ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ, വെൽക്കം ടു ചലഞ്ചർ അപ്പ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ സെഷൻ അസിസ്റ്റന്റ് സെയിൽസ്മാനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ പ്രീവിയസ് കട്ട് ഓഫും ഓരോ ജില്ലകളുടെ അപേക്ഷകരുടെ എണ്ണവും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് ഓരോ ജില്ലയിലും നമുക്ക് എത്ര വേക്കൻസികൾ എക്സ്പെക്ട് ചെയ്യാവുന്നുള്ളതാണ്. അപ്പൊ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം 10th ലെവൽ അവിടുത്തെ ഒരു നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ളത് അറ്റ് പ്രസന്റ് അസിസ്റ്റന്റ് സെയിൽസ്മാനാണ്. സെക്രട്ടേറിയറ്റ് ഉണ്ട്, പക്ഷെ നിങ്ങളിൽ പലവർക്കും അത് ഉദ്ദേശിച്ചതുപോലെ ആ ഒരു എക്സാം അങ്ങോട്ട് അറ്റൻഡ് ചെയ്യാൻ അതുകൊണ്ട് പ്രിലിമിനറി റിസൾട്ട് ഈ മാസം അവസാനം അല്ലെങ്കിൽ അടുത്ത മാസത്തേക്ക് വരും. അപ്പൊ പ്രിലിംസ് ക്ലിയർ ചെയ്യുമോ എന്നൊക്കെ ഡൗട്ട് ഉണ്ട്. ബിക്കോസ് നമ്മൾ എപ്പോഴും അത് നന്നായി പഠിച്ചാലും നമുക്ക് ചിലപ്പോൾ എക്സാം സമയത്ത് നമ്മളത് മറന്നുപോകും. അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ മറന്നല്ല, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തെറ്റിപ്പോവുകയൊക്കെ ചെയ്യും. സാരമില്ല. അടുത്തത് നമ്മുടെ കയ്യിലുള്ളത് അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്ന ഒരു എക്സാം ആണ് മക്കളെ. അപ്പൊ അതിന് എങ്ങനെയൊക്കെ പഠിക്കണം, നിങ്ങൾ അപ്ലൈ ചെയ്ത ജില്ലയിൽ എത്രയാണ് കോമ്പറ്റീഷൻ, നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കി എത്ര പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്, അതിലെ കട്ട് ഓഫ് പ്രീവിയസ് കട്ട് ഓഫ് നമ്മൾ നോക്കി. അപ്പൊ ഈ ഒരു സെഷനിൽ കൂടി നമ്മൾക്ക് അവിടെ എത്ര നിയമനങ്ങൾ നടന്നിട്ടുണ്ട് എന്നാണ് നോക്കാൻ പോകുന്നത്. വെൽക്കം ടു ചലഞ്ചർ ആപ്പ്, ഞാൻ സജിത. അപ്പൊ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചലഞ്ചർ ആപ്പ് ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ, മോട്ടിവേഷൻ വീഡിയോസ്, കോണ്ടന്റ് സെഷൻസ് ഒക്കെ നമ്മുടെ ചാനലിലുണ്ട്. പിന്നെ മത്സര പരീക്ഷകൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് കറണ്ട് അഫേഴ്സ്. ഇപ്പൊ നമ്മൾ ഡെയിലി കറണ്ട് അഫേഴ്സ് സെഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ ദിവസവും രാവിലെ 8 മണിക്ക് നമുക്ക് കറണ്ട് അഫേഴ്സ് സെഷൻ ഉണ്ട്. അതൊക്കെ നിങ്ങൾ മുടങ്ങാതെ ഫോളോ ചെയ്യുക. കറണ്ട് അഫെയർ എന്ന് പറയുന്ന ആ ഭാഗം ക്ലിയർ ആക്കുക, സെറ്റ് ആക്കുക. പിന്നെ നമ്മള് ഈ കമ്മിങ് മൺഡേ, ദാറ്റ് ഈസ് തിങ്കളാഴ്ച 24-ാം തീയതി അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ നമ്മുടെ ക്ലാസ് എന്ന് വെച്ചാൽ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് ഡെയിലി അതിന്റെ ഡൗട്ട് ക്ലിയറിംഗ് ലൈവ് സെഷൻ ഉണ്ട്, മെന്റർ സപ്പോർട്ട്, നോട്ട്സും എക്സാംസും ഒക്കെ ഉണ്ട്. അപ്പൊ ഇതിന് സജിത 1999 എന്ന ഡിസ്കൗണ്ട് കോഡ് വെച്ച് നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ 1999 ആണ് കോഴ്സ് ഫീ. www.challengerapin.in നമ്മുടെ വെബ്സൈറ്റ് ആണ്. ഞാനിത് വെബ്സൈറ്റ് അഡ്രസ് ഇതിനകത്ത് പിൻ ചെയ്തേക്കാം. അപ്പൊ നിങ്ങൾക്ക് അത് കുറച്ചും കൂടി ഈസി ആകും. അപ്പൊ നമുക്ക് കഴിഞ്ഞു പോയി നിങ്ങൾ അപ്ലൈ ചെയ്ത ജില്ലകളല്ല എത്ര നിയമനങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പ്രീവിയസ് കട്ട് ഓഫ് നമ്മൾ ഓൾറെഡി നോക്കിയതാണ്, എന്നാലും ഒന്ന് നോക്കാം. തിരുവനന്തപുരം ജില്ല നിയമനങ്ങൾ എപ്പോഴും, തിരുവനന്തപുരം ആണെങ്കിലും കൊല്ലം ആണെങ്കിലും ഒക്കെ എപ്പോഴും കോമ്പറ്റീഷൻ കൂടിയ ജില്ലകളാണ്. കാരണം അവിടെ നിയമനങ്ങൾ കൂടുതലാണ്. യെസ്, നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലാ 267 നിയമനങ്ങൾ അഡ്വൈസ് പോയിട്ടുണ്ട്. റാങ്ക് ലിസ്റ്റ് ഇനി ഒരു വർഷം കൂടി ഉണ്ട്. 2023 വന്നത്. നമുക്കറിയാം PSCയുടെ ഒരു റാങ്ക് ലിസ്റ്റ് 2000 യൂണിഫോം ഒഴിച്ച് ഓൾമോസ്റ്റ് എല്ലാം 3 വർഷമാണ്. അപ്പൊ ഈ അടുത്ത വർഷം ഈ സമയമാകുമ്പോഴേക്കും 2026 5-ാം മാസം 25-ാം തീയതി കൊണ്ട് ഈ റാങ്ക് ലിസ്റ്റ് കഴിയുകയാണ്. അപ്പൊ ഇതില് ടോട്ടൽ 896 ഉദ്യോഗാർത്ഥികളായിരുന്നു അന്ന് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. അതിൽ 267 അഡ്വൈസ് പോയി. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, ഇനി വരുന്ന ലിസ്റ്റില ഒരിക്കലും ഈ 896 ഒന്നും വരത്തില്ല. PSC എത്ര, ചിലപ്പോ ഇത് 896 എന്നുള്ള ചിലപ്പോ 500-600 ആയിട്ട് അവര് വെട്ടിച്ചെടുക്കും. നമ്മളിപ്പോ LDCയുടെ കണ്ടതാണ് അല്ലെ. നെക്സ്റ്റ് കൊല്ലം 64 കട്ട് ഓഫ്. താരതമ്യേന നിയമനം നടക്കുന്ന ജില്ലയുമാണ്. അവിടെയും അത് 2/6/2023 തീരുവാണ്. 910 പേര്, അതായത് അത്യാവശ്യം നിയമനം നടക്കുന്നത് കൊണ്ടാണ് PSC 910 പേരായിരുന്നു ആ ഒരു ജില്ലയുടെ പ്രത്യേകത. ഏതാണ്? കൊല്ലവും തിരുവനന്തപുരം 910 പേരുണ്ടായിരുന്നു റാങ്ക് ലിസ്റ്റില. പക്ഷെ 93 നിയമനങ്ങൾ മാത്രമേ നടന്നിട്ടുള്ളൂ കൊല്ലം ജില്ലയില. അതായത് റാങ്ക് ലിസ്റ്റിനെയും ആ ഒരു ഏകദേശം ഒരു വർഷം കൂടെ ഉള്ളു വാലിഡിറ്റി. ഓക്കെ, നമ്മുടെ ആലപ്പുഴ ജില്ല 61.67 കട്ട് ഓഫ് ആയിരുന്നു. അവിടെയും അതെ 2 മാസം കണ്ട റാങ്ക് ലിസ്റ്റ് തരുന്ന ജില്ലകളുണ്ട്. അതുകൊണ്ട് പരീക്ഷ ജൂൺ ജൂലൈ ഓഗസ്റ്റോട് എക്സ്പെക്ട് ചെയ്യാം. കാരണം ഫെബ്രുവരി മാസത്തിലൂടെ 2026 ഫെബ്രുവരിയിലാണ് ആലപ്പുഴ ജില്ലയിലെ റാങ്ക് ലിസ്റ്റ് കഴിയുവാണ്. അവിടെ 599 പേര് റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്നുള്ളൂ. 92 നിയമനങ്ങൾ പോയി കേട്ടോ. അതായത് കൊല്ലം ജില്ലയെ വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ല. ബിക്കോസ് ഇവിടെയൊക്കെ നിയമനം കുറവ് നടക്കുന്ന ജില്ല തന്നെയാണ്. 599 പേരായിരുന്നു റാങ്ക് ലിസ്റ്റ്, 92 നിയമനങ്ങള്. പത്തനംതിട്ട 61 കട്ട് ഓഫ്, 391 പേരുടെ റാങ്ക് ലിസ്റ്റ് ആണ് വന്നത്. 51 അഡ്വൈസ് പോയി. അതായത് അതും അതെ 5-ാം മാസം കഴിയും. ആലപ്പുഴ മാത്രമേ ഉള്ളൂ 2-ാം മാസം കഴിയുന്ന ഒരു ജില്ല. അങ്ങനെ ചില ജില്ലകളൊക്കെ ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ കോട്ടയവും അതെ 5-ാം മാസം റാങ്ക് ലിസ്റ്റ് കഴിയും. 63 ആയിരുന്നു കട്ട് ഓഫ്. 586 പേരുടെ ഒരു റാങ്ക് ലിസ്റ്റ് ആണ് വന്നത്.
51 അഡ്വൈസുകള് കോട്ടയം ജില്ലയിൽ പോയി, 59. എറണാകുളം ഇച്ചിരി മുന്നിലാണ്, 100-ന് മുകളിലുണ്ട്. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ല, എറണാകുളം 100-ന് മുകളിൽ നടന്നു. 64.67 കട്ട് ഓഫുമായിട്ട് ഇവിടെ 128 അഡ്വൈസുകളാണ് എറണാകുളം ജില്ലയിൽ പോയിരിക്കുന്നത്. ഇടുക്കി 57.33 ഇടുക്കിയുടെ കട്ട് ഓഫ്. 504 പേരുമായിട്ടാണ് ലിസ്റ്റ് വന്നത്. 29 അഡ്വൈസേ പോയിട്ടുള്ളൂ. ഇടുക്കി പിന്നെ അറിയാലോ നിയമനം കുറവാണ്. തൃശ്ശൂർ 66.33 598 പേരുടെ ലിസ്റ്റാണ് ഇട്ടത്. 81 അഡ്വൈസ് ആണ് തൃശ്ശൂർ ജില്ലയിൽ പോയിരിക്കുന്നത്. കോഴിക്കോട് 66 കട്ട് ഓഫ്, 99 അഡ്വൈസ് പോയി. 752 പേരുടെ ഒരു റാങ്ക് ലിസ്റ്റ് ആണ് ഇട്ടത്. അവിടെയും 2026 4-ാം മാസം റാങ്ക് ലിസ്റ്റ് കഴിയുകയാണ്. വയനാട് 62 കട്ട് ഓഫ് ഉണ്ടായിരുന്നു. 44 നിയമനങ്ങൾ നടന്നു. 300 പേരുടെ ലിസ്റ്റാണ്. നമ്മുടെ കോഴിക്കോടിനെക്കാട്ടും നിയമനം നടന്നു കേട്ടോ. 300 പേരുടെ ലിസ്റ്റാണ് ഉണ്ടായിരുന്നത്. മലപ്പുറവും 100 കവിഞ്ഞിട്ടുണ്ട്. 63 കട്ട് ഓഫ്. 730 പേരുടെ ലിസ്റ്റ് ആയിരുന്നു. 115 നിയമനങ്ങൾ, 115 അഡ്വൈസുകൾ ഇതുവരെ പോയിട്ടുണ്ട്. അതും 2026 5-ാം മാസം റാങ്ക് ലിസ്റ്റ് തീരുവാണ്. കണ്ണൂരിന്റെ കട്ട് ഓഫ് 66. അപ്പൊ ഇവിടെയും അത് 75 അഡ്വൈസ് കണ്ണൂര് പോയിട്ടുണ്ട്. 598 പേരുടെ റാങ്ക് ലിസ്റ്റ് ആണ് PSC ഇട്ടിരുന്നത്. കാസർഗോഡ് 60.67 കട്ട് ഓഫ്. നിയമനം വളരെ കുറവാണ്. 21 അഡ്വൈസേ പോയിട്ടുള്ളൂ. 457 പേരുടെ ഒരു ലിസ്റ്റ് PSC ഇട്ടിരുന്നത്. അപ്പൊ ഇതാണ് ഓരോ ജില്ലകളിലും കഴിഞ്ഞു പോയ നിയമനങ്ങളുടെ കണക്ക്. ഏറ്റവും കൂടുതൽ നിയമനം നമ്മൾ കിട്ടുമെന്ന് വിചാരിച്ച കൊല്ലം ജില്ലയിൽ പോലും 100-ൽ താഴെയാണ്. 100-ലെ മുകളിൽ വന്ന 2-3 ജില്ലകളുണ്ട് അല്ലെ, മലപ്പുറം, അതുപോലെ തന്നെ നമ്മുടെ എറണാകുളം, അതേപോലെ തന്നെ ട്രിവാൻഡ്രം. അവിടെ 3 അത്യാവശ്യം പോയി. എന്നാലും ആലപ്പുഴ ജില്ലയൊക്കെ കമ്പയറബിളി വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നിയമനങ്ങൾ 100 താഴെയാണെങ്കിലും നടന്നിട്ടുണ്ട്. എല്ലാ ജില്ലകളിലും ഇനി ഒരു വർഷം കൂടി ഉണ്ട്. പക്ഷെ ആലപ്പുഴ ജില്ലയിൽ ഫെബ്രുവരി മാസത്തോടു കൂടി 2026 എല്ലാ ജില്ലകളുടെയും റാങ്ക് ലിസ്റ്റ് കഴിയും. ചിലയിടത്ത് 2 മാസം മുന്നോട്ട് പോകും, ചിലയിടത്ത് 2 മാസം പുറകോട്ട് പോകും. അത്രേ ഉള്ളു. അപ്പൊ എന്തായാലും നമുക്കിപ്പോ ജൂൺ മാസത്തെ കലണ്ടർ ഈ വീക്കിൽ തന്നെ വരാൻ ചാൻസ്, ഈ വീക്കിൽ തന്നെ വരും. അപ്പൊ അതിൽ എക്സാം ഇല്ലെങ്കിൽ പിന്നെ ജൂലൈ ഓഗസ്റ്റ് ആ ഒരു ടൈമിലേക്ക് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇനി പഠിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് പഠിച്ചു തുടങ്ങാം. നമ്മൾ ചലഞ്ചർ ആപ്പ് നമ്മുടെ പുതിയ ബാച്ച് ഈ മാസം 24-ന് ആരംഭിക്കുക. അതായത് സിലബസ് അനുസരിച്ച് എല്ലാ ക്ലാസ്സുകളും നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് ഡെയിലി അതിന്റെ ഡൗട്ട് ക്ലിയറിംഗ് ലൈവ് സെഷൻ ഉണ്ട്. സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം ഞങ്ങൾ തരും. മോക്ക് എക്സാംസ് ഉണ്ട്. അപ്പൊ മെന്റർ സപ്പോർട്ട് ഉണ്ട്. പുതിയ SCRT മാറിയ ചാപ്റ്റേഴ്സും പഴയ ചാപ്റ്റേഴ്സിന്റെ എല്ലാം ബേസ് ചെയ്തുള്ള ക്ലാസ്സുകളും സ്റ്റഡി മെറ്റീരിയലും ഒക്കെ ഉണ്ട്. സജിത 1,999 ഈ ഒരു കോഡ് നിങ്ങൾ കൊടുക്കുമ്പോൾ 1,999 മാത്രമേ ഇതിന്റെ കോഴ്സ് ഫീ ഉള്ളൂ. അതായത് നിങ്ങൾക്ക് കോഴ്സ് ഒക്കെ പർച്ചേസ് ചെയ്യണമെങ്കിൽ നേരെ നമ്മുടെ സൈറ്റിലേക്ക് അങ്ങ് പോയാൽ മതി. നമ്മുടെ വെബ്സൈറ്റിന്റെ അഡ്രസ്സ് ഞാനിവിടെ പിൻ ചെയ്യുകൂടെ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും. www.challengerup.in എന്നാണ് നമ്മുടെ വെബ്സൈറ്റ്. www.challengerup.in എന്നാണ് നമ്മുടെ വെബ്സൈറ്റിന്റെ പേര്. അപ്പൊ ഈ വെബ്സൈറ്റിൽ ചെല്ലുമ്പോൾ നമ്മുടെ കോഴ്സുകൾ എല്ലാം തന്നെ നിങ്ങൾക്ക് കാണാം. അപ്പൊ അവിടെ നമ്മുടെ അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ ബാച്ച് ഉണ്ട്. അപ്പൊ ബാച്ച് ജസ്റ്റ് വ്യൂ കോഴ്സ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നിടത്ത് നോക്കാം നമുക്ക്. അപ്പൊ ഇവിടെ നമ്മുടെ സിലബസ് അനുസരിച്ച് ക്ലാസ് ഒക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന്റെ ലൈവ് ഉണ്ട്, എക്സാംസ് ഉണ്ട്, മെന്റർ സപ്പോർട്ട് ഉണ്ട്. ഇവിടെ ബൈ നൗ കൊടുക്കുക. അപ്പൊ 2 കോഡ് ഉണ്ട്. സജിത 1,999 മാർച്ച് ഓഫറും ഉണ്ട്. 2 50% ആണ്. നിങ്ങൾ സജിത 1,999 ക്ലിക്ക് ചെയ്യുക. 1,999 മാത്രമാണ്. 1,999 രൂപയാണ് കോഴ്സ് ഫീ. ബിൽ ഡീറ്റെയിൽസ്, പേരും ഫോൺ നമ്പറും, 3ാമത് പേയ്മെന്റും കൊടുക്കുക. കോഴ്സ് പർച്ചേസ് ചെയ്യുക. ഈ പറഞ്ഞേരം എന്നിട്ട് നമ്മൾ നമ്മുടെ ആപ്പിലേക്കാണ് പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് അവിടെ നമ്മുടെ കോഴ്സ് കാണാനായിട്ട് പറ്റും. അപ്പൊ താല്പര്യമുള്ളവര് പർച്ചേസ് ചെയ്യുക. വീഡിയോ ഇഷ്ടമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ നമ്മുടെ ചാനൽ PSC ചലഞ്ചർ ആപ്പ് എന്ന് പറയുന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആണെങ്കിലും മോട്ടിവേഷൻ വീഡിയോസ് ആണെങ്കിലും കോണ്ടന്റ് സെഷൻസ് ഒക്കെ ഉണ്ട്. അതുപോലെ നമുക്ക് എല്ലാ ദിവസവും രാവിലെ 8 മണിക്കുള്ള നമ്മുടെ കറണ്ട് അഫയേഴ്സ് സെഷൻ, അതൊക്കെ മുടങ്ങാതെ നിങ്ങൾ കാണുക. താങ്ക് യു ഓൾ. വീണ്ടും പിന്നെ ഞാൻ വേറൊരു കാര്യം പറഞ്ഞതിൽ വേക്കൻസി കുറവാണ്. അതല്ല പല വീഡിയോയിലും താഴെ കിടപ്പുണ്ടാകും കേട്ടോ. വേക്കൻസി കുറവാണ്. ഞാൻ പറഞ്ഞത് ഇത്രയൊക്കെ നിയമനങ്ങൾ നടന്നിട്ടുണ്ട്. സോ നമ്മൾ ആദ്യത്തെ ഒരു 50 പേരിൽ ഒരാളാകാനായിട്ട് ശ്രമിക്കുക. സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക. നെഗറ്റീവുകളെ മാറ്റി വെക്കുക. കഴിഞ്ഞ LDCയിൽ എന്താണോ നമുക്ക് കുറവ് വന്നത്, അല്ലെങ്കിൽ ആ സെക്രട്ടേറിയറ്റോടെ പ്രിലിമിനറിയില നിങ്ങൾക്ക് എവിടെയായിരുന്നു നിങ്ങൾ പാളിപ്പോയത്, അത് കറക്റ്റ് ചെയ്ത് വരും ദിവസങ്ങളിൽ അത്
എന്താണോ നമുക്ക് പറ്റിയ കുറവ്, പോരായ്മ, റിവിഷൻ ഇല്ലാതെയാണോ അതോ പ്രോപ്പർ മോക്ക് എക്സാം ചെയ്യാനാണോ, അത് മനസ്സിലാക്കി അത് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ നിങ്ങൾക്ക് എത്താനായിട്ട് പറ്റും. അല്ലാതെ ഇടയ്ക്കോ ഇട്ടിട്ട് പോയാൽ നമുക്ക് ആർക്കും ഒരു നഷ്ടവും വരില്ല. നമുക്ക് മാത്രമാണ് പോകുന്നത് നമ്മൾ ആഗ്രഹിച്ച നമ്മുടെ കരിയർ. പിന്നെ പ്രൈവറ്റ് ജോലി നല്ലതാണ് മക്കളെ, പക്ഷെ ഗവൺമെന്റ് ജോലിയാണെങ്കിൽ നമുക്ക് സ്ഥിര വരുമാനമുള്ള ഒരു ജോലി, ആ ഒരു ഇതിലേക്ക് എത്താൻ പറ്റും. അതെന്റെ ഒരു അഡ്വാൻറ്റേജ്. അപ്പൊ നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന രീതിയിൽ എത്താൻ കഴിയട്ടെ. നന്നായിട്ട് ഉഷാറായിട്ട് എനർജറ്റിക് ആയിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഓൾ.